ഹലോ, ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. അധികം ദൂരേക്കൊന്നല്ല, നമ്മുടെ ഇവിടെ അടുത്തുള്ള നമ്മളെ സ്വന്തം സ്നേഹതീർത്ഥക്ക് തന്നെയാണ് നമ്മളീ പോക്ക്. കുറേ ദിവസമായി ഞങ്ങൾ പോകണം പോകണം എന്ന് വിചാരിച്ചതാ. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് പോകാനായിട്ട് പറ്റിയത്. പോകുമ്പോൾ തന്നെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ പോക്കും ക്യാൻസലാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ എന്തായാലും വേണ്ടിയില്ല, പോകാമെന്ന് കരുതി ഇന്നത് യാത്രയായി. അങ്ങനെ നമ്മൾ ബീച്ച് വഴിയൊക്കെ ഇതേ പോവുകയാണ് കേട്ടോ. കുറേ നാളായി അങ്ങോട്ട് പോയിട്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. അധികം കളിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. പക്ഷേ കുറേ നാളൊക്കെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കപ്പിൾസ്, ഫാമിലീസ് ഇവരൊക്കെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. കടപ്പുറം കണ്ടപ്പോൾ തോന്നി കടലിൽ ഇറങ്ങിയിട്ടൊക്കെ പോകാമെന്ന്. കടപ്പുറം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ പറയാം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ സ്നേഹിതത്തേക്ക് എത്തി. ഇതാണ് എൻട്രി. ഒരുപാട് പേര് വന്നിട്ടും ഒരുപാട് പേര് കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് അകത്ത് കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലാണല്ലോ ചെറിയൊരു പാർക്ക് പോലെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടാണ്. പിന്നെ ഈ മീനൊക്കെ പണ്ട് നമ്മൾ വരുമ്പോഴേ ഉള്ള മീനുകളാണ്, വലിയ വലിയ മീനുകളായിട്ടാണ്. ഇതാണ് ഇവിടെ ആദ്യം തന്നെ കയറി വരുമ്പോൾ കാണാനുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. നമ്മളുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, കുറച്ച് ദൂരമൊക്കെ ഉള്ള. പണ്ടൊക്കെ ഞങ്ങളൊക്കെ നടന്നു പോയിരുന്നു കേട്ടോ, ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അങ്ങനെയൊന്നും നടക്കലൊന്നുമില്ല. ഇപ്പം നമ്മൾ വണ്ടിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് കുഞ്ഞേ ഉണ്ണിയുള്ളത് കൊണ്ട് നമുക്ക് നടക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീനുകളൊക്കെ കണ്ടിട്ട് നമ്മൾ അകത്തേക്ക് പോകാൻ പോകുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മീനുകളൊക്കെ കണ്ട് നമ്മളിത് അകത്ത് കയറിയിട്ടാണ്. ഇതിലൊക്കെ ഒഴുകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യത്തെ പോലെ നല്ല ഇതിലൊന്നും ഫ്ലോയിലൊന്നും ഒഴുകണുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഒരു ഊഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് കേട്ടോ. കാരണം അത്ര അധികം ആൾക്കാരില്ല, പക്ഷേ എങ്കിലും കുട്ടികളൊക്കെ ഇരുന്ന് ആടേയും താവൊക്കെ ചെയ്തിരുന്നതാണ്. പിന്നെ ഇവിടെ ഒരുവിധ സാധനങ്ങളൊക്കെ ഒരു നശിച്ച പോലെയായി. അത്ര യൂസ് ആക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് തന്നെ യാത്രയായിട്ടാണ്. കുറച്ച് നേരം മാത്രമേ നമ്മൾ അവിടെ നിന്നുള്ളൂ, അധികം നേരം ഒന്നും അവിടെ നിന്നില്ല. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ കടലിലൊന്നും ഇറങ്ങിയില്ല. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, സപ്പോർട്ട് മറക്കല്ലേ.